പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, പോകാനിറങ്ങി. നന്ദു എല്ലാം എടുത്ത് കാറിലൊക്കെ വെച്ചു. നന്ദുവിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. 8:45 നമുക്ക് ട്രെയിന്. നമ്മളെപ്പോഴും, ഞാൻ പ്രത്യേകിച്ച് എപ്പോഴും റെയിൽവേ സ്റ്റേഷനിലും ഇതിനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് നേരത്തെ പോകണം. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അത് എയർപോർട്ടിൽ പോകാനായാലും എവിടെ പോകാനായാലും ബസ്സായാലും ട്രെയിനായാലും ഒക്കെ നേരത്തെ ചെന്ന് കയറി എൻ്റെ സീറ്റ് കൺഫേം ചെയ്തിരുന്നെങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ. നമ്മൾ 6 മണിയായപ്പോഴേ എത്തി. 8:45 ട്രെയിൻ. ഇവിടെ ആണെങ്കിൽ ലിഫ്റ്റൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നടന്ന് തന്നെ ഇപ്പുറത്ത് വരണമായിരുന്നു. ഞാൻ ആദ്യമേ വന്ന് കുറച്ച് ബാഗുകളായിട്ട് ഇവിടെ ഇരുന്നു. അതിനുശേഷം അനിയത്തിയും ഇതാണ് രാഗിയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു വീഡിയോയിൽ ഇതുവരെ രാഗിയെ പരിചയപ്പെടുത്തിയിട്ടില്ല. രാഗി ചിഞ്ചുവിൻ്റെ സ്റ്റാഫാണ് ഹോസ്പിറ്റലിൽ. ജോയിൻ ചെയ്ത് അന്ന് തൊട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളില്ലേ, അതേപോലെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരാൾ. എന്നുവെച്ചാൽ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ നിന്ന് നമ്മളെന്ന് മാത്രം വിചാരിച്ച് നിൽക്കത്തില്ലേ, നമുക്ക് നല്ലത് വരണം, എന്ത് വന്നാലും നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ വിചാരിക്കുന്ന പോലെ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ലൈഫിൽ വളരെ റെയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. അങ്ങനെ ഒരാളാണ് രാഗി. പോകുന്നതിൻ്റെ വിഷമത്തിലാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു. ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഗരീബ്രഥാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം 8:45 എടുക്കുമല്ലോ. 7:30 കഴിഞ്ഞ് 8 മണിയായപ്പോഴത്തേനും ട്രെയിൻ വന്നു. നമ്മൾ എന്നിട്ട് കയറി വെയിറ്റ് ചെയ്യണം. അപ്പോൾ കാർത്തിമോന് വേണ്ടിയിട്ട് KFC തന്നെ വേണമെന്ന് പറഞ്ഞ് വഴക്ക് പിടിച്ചിട്ട് അവൾ KFC ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗിയിൽ. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ കുഞ്ഞിന് കുറച്ച് പഴം വല്ലതും വാങ്ങിച്ചു തരാൻ പറഞ്ഞു. മോൾക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇവരിറങ്ങി പുറത്ത് നിൽക്കുകയാണ്. പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. സ്വിഗ്ഗി ഓർഡർ ചെയ്ത് വന്നിട്ട് വേറെ ഏതോ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. എന്നിട്ട് കുറേ ഓടി, 2 പേരും കൂടെ ഓടി നടന്ന് അതൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് തന്ന്. പക്ഷേ ട്രെയിൻ എടുത്തില്ല. ട്രെയിൻ ലേറ്റായി. അത് കാരണം ഞങ്ങൾ അവരെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ട്രെയിനിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും TTR ഒക്കെ വന്നു. സീറ്റൊക്കെ ഫുള്ളാണ് ട്രെയിൻ എന്ന് പറഞ്ഞു. അത് കാരണം കാരണം നമുക്ക് അപ്പുറം മിഡിലൊക്കെ കിട്ടിയത്, ലോറൊന്നും കിട്ടിയിട്ടില്ല. ഭാഗ്യത്തിന് എന്തായാലും കയറിയ ആൾക്കാരൊക്കെ നല്ലതായിരുന്നുകൊണ്ട് നമുക്ക് ലോറൊക്കെ തന്നു. അങ്ങനെ കൺമണിയുടെ കാര്യം പിന്നെ അറിയാമല്ലോ, ഉറക്കമില്ല. ഞാനും കൺമണി മാത്രം ഉണർന്ന് സെക്യൂരിറ്റികളെ പോലെ അവിടെ ഇരുന്നു. ബാക്കി എല്ലാവരും ഉറങ്ങി. കൺമണി എല്ലാവരോടും മിണ്ടലും ചിരിക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങി. നമ്മൾ ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കായംകുളത്ത് കാണാം. അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.